തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗത്ത് കുടുങ്ങിപ്പോയ ഇരുവരെയും വലിച്ചിഴച്ച ശേഷമാണ് വാഹനം നിർത്താതെ പോയത്. അപകടത്തിൽ ചികിത്സയിലായിരുന്ന കിളിമാനൂർ സ്വദേശി അംബിക മരണപ്പെട്ടിട്ടും പോലീസ് അന്വേഷണത്തിൽ കുറ്റകരമായ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാലയിൽ ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുന്നത്. KL 01 CR 4224 എന്ന വാഹനമാണ് ഇരുചക്രവാഹനത്തിലിടിച്ച ശേഷം കടന്നുകളഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗത്ത് കുടുങ്ങിപ്പോയ രഞ്ജിത്ത്, അംബിക എന്നിവരെ അല്പദൂരം വലിച്ചിഴയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്ന് വാഹനം പുറകോട്ടെടുക്കുമ്പോൾ അംബികയുടെ മുകളിൽ കൂടി ജീപ്പ് കയറിയിറങ്ങുകയായിരുന്നു. ഉടനെ വണ്ടി സോടാൻ വേണ്ടി ബാക്കിലോട്ട് വലിച്ചു. ഞാനും വൈഫും വണ്ടിയെല്ലാം കുടുങ്ങി കിടക്കുകയായിരുന്നു. തിരിച്ച് വലിക്കുന്ന കൂട്ടത്തിലാണോ എന്തോ വൈഫിന് ഇത്ര പരിക്ക് പറ്റിയെന്ന് അറിയില്ല. വൈഫ് കാണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആദ്യം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അത്യാസന്ന നിലയിലായിരുന്ന അംബിക കഴിഞ്ഞ ദിവസം രാവിലെ മരണപ്പെട്ടു. ഇതുവരെയ്ക്ക് അവർ ആ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ അവരെ പിടിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും വന്നിട്ടില്ല. ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ആ പ്രതികൾ ആരാണെന്നുള്ളൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടുമില്ല. അവർ മദ്യപിച്ച് അത്രയും നല്ല ഇതായിരുന്നു. കുറേ വീഡിയോകളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൊത്തം അവന്മാർ അത്രയും മദ്യപിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഇവിടെ ആണ് വണ്ടി പിടിച്ചിട്ട് അത് പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ആ വണ്ടി ഓടിച്ചവന് നിൽക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പോലും അതിൻ്റെ പ്രതി ആരാണെന്ന് പോലും അവർ സ്റ്റേഷനിലൊരു ഇട്ടിട്ടില്ല, ഫയർ പോലും ഇട്ടിട്ടില്ലെന്നാണ് എനിക്കറിയാം. അപകടത്തിനു ശേഷം ജീപ്പിലുണ്ടായിരുന്നവർ കടന്നുകളയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് വാഹനം തടഞ്ഞതും ഡ്രൈവറെ പിടികൂടുന്നതും. വാഹനത്തിനുള്ളിൽ 3 പേരുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായും സംശയമുണ്ട്. CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും കിളിമാനൂർ പോലീസ് കർശനമായ നിയമ നടപടികൾ എടുത്തില്ല എന്നാണ് ആക്ഷേപം. വാഹനം ഓടിച്ചിരുന്നവരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ബന്ധുക്കളും കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.